നമസ്കാരം. പ്രവാസി ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ വിവിധ ആശുപത്രികളിലേക്കുള്ള 100 നഴ്സിംഗ് ഒഴിവുകളിലേക്ക് കേരള സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് സംഘടിപ്പിക്കുന്ന വർക്ക് ഇൻ ഹെൽത്ത് ജർമ്മനി റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. നഴ്സിംഗ് ബിരുദമോ പോസ്റ്റ് ബേസിക് ബാച്ചിലേഴ്സ് ഡിഗ്രിയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. പ്രായപരിധി 2026 മെയ് 31 36 വയസ്സ് കവിയരുത്. താല്പര്യമുള്ളവർക്ക് 2026 മെയ് 21 നോർക്ക റൂട്ട്സ് വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷകർക്ക് ICU അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ വാർഡ്, ഓങ്കോളജി വാർഡ്, ന്യൂറോളജി വാർഡ്, ജീറിയാട്രിക് വാർഡ്, പ്രൈവറ്റ് വാർഡ്, മറ്റ് അഡൽട്സ് ഇൻപേഷ്യന്റ് വാർഡ് തുടങ്ങിയവയിൽ ബെഡ്സൈഡ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. പീഡിയാട്രിക് അല്ലെങ്കിൽ നിയോ നാറ്റോളജി മാത്രം പ്രവൃത്തി പരിചയം ഉള്ളവരെ പരിഗണിക്കുന്നതല്ല. അപേക്ഷിക്കുന്ന സമയത്ത് ജർമ്മൻ ഭാഷാ പരിജ്ഞാനം ആവശ്യമില്ല. ജർമ്മൻ ഭാഷയിൽ B1 അല്ലെങ്കിൽ B2 യോഗ്യത ഉള്ളവരും നോർക്ക ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരും അപേക്ഷിക്കേണ്ടതില്ല. അഭിമുഖങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് A1 മുതൽ B2 ലെവൽ വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലഭിക്കുന്നതാണ്. B1 ലെവൽ മുതൽ താമസം, ഭക്ഷണം എന്നിവ സൗജന്യമായിരിക്കും. കൂടാതെ A2 ലെവൽ പാസ്സാകുന്നവർക്ക് 100 യൂറോയും B1 ലെവൽ പാസ്സാകുന്നവർക്ക് 150 യൂറോയും B2 ലെവൽ പാസ്സാകുന്നവർക്ക് 200 യൂറോയും ആദ്യത്തെ ചാൻസിൽ പാസ്സാകുന്നവർക്ക് 100 യൂറോ അധികമായും സ്കോളർഷിപ്പിനും അർഹതയുണ്ടാകും. B2 ലെവൽ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ജർമ്മനിയിലെ ആശുപത്രികളിൽ നഴ്സായി നിയമനം ലഭിക്കും. തുടക്ക ശമ്പളം കുറഞ്ഞത് 2400 യൂറോയാണ്. വിസ പ്രോസസിംഗ്, വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും സൗജന്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 277 0536 അല്ലെങ്കിൽ 277 0540 അല്ലെങ്കിൽ 277 0539 277 0566 എന്നീ നമ്പറുകളിലോ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ 1800 425 39 അല്ലെങ്കിൽ 0091 88 02 012 345 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 130 കുട്ടികളെ പീഡിപ്പിച്ച ശിശുരോഗ വിദഗ്ധൻ ജർമ്മനിയിൽ അറസ്റ്റിലായി. ജർമ്മനിയിലെ ബെർലിനടുത്തുള്ള ബ്രാൻഡൻബുർഗ് സ്റ്റേറ്റിലെ ക്ലിനിക്കുകളിൽ ജോലി ചെയ്യുമ്പോഴാണ് പ്രതി കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തത്. 46 വയസ്സുള്ള പ്രതി 12 വർഷത്തിലേറെയായി കുറ്റകൃത്യങ്ങൾ തുടരുകയായിരുന്നു. 2 ക്ലിനിക്കുകളിൽ ജോലി ചെയ്തിരുന്ന പ്രതി 130 കുട്ടികളെ പീഡിപ്പിച്ചെന്നാണ് കേസ്. 2013 ഡിസംബർ 1 കഴിഞ്ഞ വർഷം നവംബർ 5 ഇടയിലാണ് കുറ്റകൃത്യങ്ങൾ നടന്നതെന്നാണ് സൂചന. റാഥനോ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ കുട്ടിയെ ഉപദ്രവിച്ചതിനു പിന്നാലെ അമ്മ നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചതും ശിശുരോഗ വിദഗ്ധൻ അറസ്റ്റിലായതും. ജർമ്മനിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള വാർത്തയാണ് അടുത്തത്. ജർമ്മനിയിലെ പുതിയ സഖ്യകക്ഷിയായ ഫെഡറിക് മെർസ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ടെങ്കിലും സർക്കാരിന് കുറച്ചുകൂടി സമയം നൽകണമെന്നും ക്ഷമ കാണിക്കണമെന്നും മുൻ ചാൻസലർ അംഗല മെർക്കൽ ആവശ്യപ്പെട്ടു. ഉക്രൈനിൽ റഷ്യ നടത്തുന്ന ശക്തമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ ചാൻസലർ ഫെഡറിക് മെർസ് അപലപിച്ചു. സമാധാന ചർച്ചകളേക്കാൾ യുദ്ധം വ്യാപിപ്പിക്കാനാണ് മോസ്കോ ശ്രമിക്കുന്നതെന്ന് ചാൻസലർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ പഴയ രീതിയിലുള്ള ബജറ്റ് പരിഷ്കരണം ആവശ്യമാണെന്ന് മെർസ് ആവശ്യപ്പെട്ടു. സബ്സിഡികൾ കുറച്ച് പ്രതിരോധ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfDയെ നിസ്സാരമായി കാണരുതെന്ന് നോർത്ത് വെസ്റ്റ്ഫാലിയൻ പ്രീമിയർ മിനിസ്റ്റർ ഹെൻറിക് ബൂസ്റ്റ് മുന്നറിയിപ്പ് നൽകി. ചരിത്രപരമായ തെറ്റുകൾ ആവർത്തിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്പെയിനിൽ 5 ലക്ഷം കുടിയേറ്റക്കാർക്ക് നിയമസാധ്യത നൽകിയതോടെ ജർമ്മനിയിൽ ആശങ്ക ഉയർന്നു. സ്പെയിനിലെ പെഡ്രോ സാഞ്ചസ് സർക്കാർ അവിടെയുള്ള 5 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാർക്ക് ജോലി ചെയ്യാനുള്ള അനുമതിയും നിയമപരമായ താമസ സൗകര്യവും നൽകാൻ തീരുമാനിച്ചതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നിയമസാധ്യത ലഭിക്കുന്നതിനായി സ്പെയിനിലെ സർക്കാർ ഓഫീസുകളിൽ കുടിയേറ്റക്കാരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സ്പെയിനിൽ നിയമപരമായ രേഖകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഈ കുടിയേറ്റക്കാരിൽ നല്ലൊരു വിഭാഗം മെച്ചപ്പെട്ട ജോലിക്കും ജീവിതത്തിനും ജർമ്മനിയിലേക്ക് കടന്നുവരാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധരും പോലീസും മുന്നറിയിപ്പ് നൽകി. അനന്തരഫലമായി ജർമ്മനിയിലേക്ക് ഒരു പുതിയ അഭയാർത്ഥി പ്രവാഹത്തിന് കാരണം ആയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ സ്പെയിനിന്റെ ഈ തീരുമാനം യൂറോപ്പിലെ, പ്രത്യേകിച്ച് ജർമ്മനിയിലെ കുടിയേറ്റ സാഹചര്യങ്ങളെ ബാധിക്കുമോ എന്നാണ്. അത് മാത്രമല്ല, ഭീതിയിലുമാണ് അധികൃതർ.
വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പങ്കെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും സത്യപ്രതിജ്ഞ. ചടങ്ങിൽ പങ്കെടുക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും എത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പാർട്ടിയുടെ ദേശീയ നേതാക്കളും ചടങ്ങിന് സാക്ഷികളാവും. സതീശിനൊപ്പം ഘടകകക്ഷികളിലെ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. മുഴുവൻ മന്ത്രിമാരും ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ നീക്കം നടക്കുന്നുണ്ടെങ്കിലും മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പിന്നീടായിരിക്കും എന്നും സൂചനയുണ്ട്. കഴിഞ്ഞയാഴ്ച നടന്ന UK പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഹാംഷയർ കൗണ്ടിയിലെ ഏക ലേബർ പാർട്ടി കൗൺസിലറായി ജയിച്ചു കയറിയ സജീഷ് ടോം എന്ന മലയാളി ബേസിംഗ്സ്റ്റോക്ക് ബോറോ കൗൺസിലിന്റെ പുതിയ ഡെപ്യൂട്ടി മേയറായി ചുമതലയേറ്റെടുത്ത് ചരിത്രം സൃഷ്ടിച്ചു. ഒരേസമയം കൗണ്ടി കൗൺസിലിലും ബോറോ കൗൺസിലിലും അംഗമാകുക എന്നത് വളരെ വിരളമാണ്. അതിനൊപ്പം ഒരു ബോറോയുടെ ഡെപ്യൂട്ടി മേയർ കൂടിയാവുക എന്നത് UK രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവമാണ്. ഈ അപൂർവതയിലേക്കാണ് പ്രവാസി സമൂഹത്തിനാകെ അഭിമാനമായിക്കൊണ്ട് സജീഷ് ടോം നടന്നു കയറിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ വൈക്കം ചെമ്പ് അയ്യനംപറമ്പിൽ കുടുംബാംഗമാണ് സജീഷ്. സജീഷിന്റെ ഭാര്യ ആൻസി ഹാംഷയർ ഹോസ്പിറ്റൽ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ ICU ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി സിസ്റ്ററായി ജോലി ചെയ്യുന്നു. ഏക മകൾ അലീന ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.